ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു എന്നത് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് നാഡീവ്യവസ്ഥയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കാണാം. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞത് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവമാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയിൽ മുഖ്യമായിട്ടുള്ളത് മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാണ്. ആദ്യമായിട്ട് ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവികളിലെ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാവുന്ന പ്രേരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്ന കോശങ്ങളാണ് എന്ത് പറയുന്നത്? ഗ്രാഹികൾ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഉദ്ദീപനങ്ങൾ, നമ്മൾ സ്വീകരിച്ച ഈ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സന്ദേശങ്ങൾ തലച്ചോറിലെത്തിക്കുകയും അതുപോലെ അതിന് പ്രതികരണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുകയും അതുപോലെ അതിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവിയാണ്. അപ്പോൾ മനുഷ്യന് ഇത്രയും അധികം വളർച്ച നേടിയത് മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ ബുദ്ധിവികാസവും കൊണ്ടാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം എന്നാണ്. ന്യൂറോണുകളെ നമുക്ക് നോക്കാം. ന്യൂറോണുകൾ എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണെന്ന് ഞാൻ പറഞ്ഞു. ഇവ എന്താ ചെയ്യുക? ഇവ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് ഈ ന്യൂറോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോണിന്റെ ആകൃതി നോക്കാം. സാധാരണ ഒരു കോശ ശരീരമാണ് ഇത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ചീര ചെടി കണ്ടിട്ടുണ്ടല്ലോ. ചീരച്ചെടിനെ നമ്മൾ എടുത്താൽ, ഭൂമിയിൽ നിന്ന് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കും വെറുതെ. അപ്പോൾ അതിൻ്റെ ഇല ഒരു ഭാഗത്ത്, വേര് വേറൊരു ഭാഗത്തുണ്ട്. ഈ വേരുകളാണ് എന്ത് പറയുന്നത്? ആക്സോനേറ്റ് എന്ന് ആലോചിക്കുക. ഈ ഇലകളാണ് എന്ത് പറയുക? ഡെൻഡ്രോൺ എന്ന് പറയുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെറുതെ തന്നുള്ളൂ. അപ്പോൾ ഈ ന്യൂറോണിന് കോശ ശരീരമുണ്ട്. കോശ ശരീരത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ കോശ ശരീരത്തിൽ നിന്നും പിരിയുന്ന തന്തുക്കളാണ് ഈ എന്ത് പറയുന്നത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്? കോശ ശരീരത്തിൽ നിന്ന് നീളം കുറഞ്ഞ തന്തുവാണ് എന്ത്? ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇവ വീണ്ടും ശാഖകളായിട്ട് പോകുന്നുണ്ട്. ഇവയാണ് എന്ത് പറയുക? ഡെൻഡ്രൈറ്റ് എന്നുകൾ പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റുകളുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഉള്ള ആവേഗങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിൽ എത്തിക്കുക എന്നതാണ് ഡെൻഡ്രൈറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ. അപ്പൊ എന്താണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ? മറ്റുള്ള ന്യൂറോണിൽ നിന്നുള്ള ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുക എന്നതാണ് ഡെൻഡ്രൈറ്റിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് പറഞ്ഞു, കോശ ശരീരം, ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ് പറഞ്ഞു. ഇനി ആക്സൺ എന്ന് പറയുന്നത് ഈ ന്യൂറോണിന്റെ ഏറ്റവും നീളം കൂടിയ തന്തുവിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സോൺ എന്ന് പറയുന്നത്. ഈ ആക്സോണിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുക എന്നതാണ് ആക്സോണിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഈ ആക്സോണുകൾ പിന്നീട് നേരെ ശാഖകളായിട്ട് പിരിയുന്നുണ്ട്. ഈ ശാഖകളെ പറയുന്ന പേരാണ് ആക്സോനേറ്റ് എന്ന്. എന്താണ് ആക്സോനേറ്റ് എന്ന് പറയുന്നത്? ആക്സോനേറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത്. എവിടെ എത്തിക്കുന്നത്? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത്. ഈ സിനാപ്റ്റിക് നോബ് പറഞ്ഞാൽ എന്താണ്? ആക്സോണിന്റെ അഗ്രഭാഗത്ത് മുഴകൾ പോലെ കാണപ്പെടുന്ന ഒരു ചെറിയ ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ടെന്ന് അറിയാമോ? നമ്മുടെ നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ആവേഗങ്ങൾ വരുന്ന സമയത്ത് ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറന്തള്ളും. അപ്പോൾ എന്താണ്? സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ ക്യാരി ചെയ്തിട്ടുള്ള ആക്സനേറ്റിന്റെ ഏറ്റവും അറ്റത്തുള്ള ചെറിയ മുഴകൾ പോലുള്ള ഭാഗമാണ് എന്ത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് സിനാപ്റ്റിക് നോബ് എന്നൊക്കെ. ആക്സോണിന്റെ അഗ്രഭാഗത്തായിട്ട് മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റിക് നോബ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു ഉദാഹരണമാണ് ഏത്? അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്നത്. നമ്മൾ ആവേഗങ്ങൾ വരുന്ന സമയത്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ത് ചെയ്യും? സിനാപ്റ്റിക് നോബിൽ നിന്നും പുറന്തള്ളപ്പെട്ടിട്ട് അവ സിനാപ്റ്റിക് വിടവിലെത്തും. ഈ സിനാപ്റ്റിക് വിടവിൽ അടുത്ത കോശത്തിന്റെ ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ഉണ്ടാവും. ഈ ഡെൻഡ്രൈറ്റുകളെ ഉത്തേജിപ്പിക്കും. അങ്ങനെയാണ് ആവേഗങ്ങൾ ന്യൂറോൺ ടു ന്യൂറോൺ പോയിക്കൊണ്ടിരിക്കുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഈ ന്യൂറോൺ അല്ലാതെ ബാക്കി
കുറെ കോശങ്ങളുണ്ട്. അവയാണ് എന്ത് പറയുക, ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് എപ്പൻഡൈമൽ കോശങ്ങൾ, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെല്ല്, ഷോൺ സെൽസ്, ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ന്യൂറോൺ അല്ലാതെ കാണപ്പെടുന്ന ബാക്കിയുള്ള കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് എപ്പൻഡൈമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശങ്ങൾ, ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ് എന്നിവ. ഇവയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, നാഡീയ കോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുക എന്നതാണ്. രണ്ടാമത്തത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ്. മൂന്നാമത്തത് പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അതില്ലാതെ ഇവ ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? ആവേഗങ്ങൾ, ഈ ഉദ്ദീപനങ്ങളുടെ കൈമാറ്റം ഉണ്ടല്ലോ, അത് ത്വരിതഗതിയിലാക്കും. അതായത് ഉദ്ദീപനങ്ങളെ ഫാസ്റ്റില് ന്യൂറോൺ ടു ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയും എന്താണ്? ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. അപ്പൊ ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, നാഡീയ കോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുക. രണ്ടാമത്തത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. മൂന്നാമത്തത് പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുക. നാലാമത്തതായി ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിച്ച് ന്യൂറോണിൽ നിന്നുള്ള ആവേഗങ്ങളെ പെട്ടെന്ന് അതിന്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നവയാണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ന്യൂറോൺ അല്ലാതെ കാണപ്പെടുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് എപ്പൻഡൈമൽ സെല്ല്, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശങ്ങൾ, ഷോൺ കോശങ്ങൾ, ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന കോശ ശരീരത്തിന് മൈലിൻ ഷീറ്റ് ഒന്നുമില്ലാത്ത സാധാരണ ഒരു ന്യൂറോണാണ് കണ്ടത്. ഇതില്ലാതെ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെളുത്ത കൊഴുപ്പ് പോലുള്ള ഒരു ഷീറ്റ് വെച്ചിട്ട് ചില ന്യൂറോണുകൾ പൊതിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വെളുത്ത കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റ് കൊണ്ട് ചില നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ചില ന്യൂറോണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആവരണം ചെയ്തിട്ടുണ്ട്. ഇവ എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കും. അതുപോലെ നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ഇതൊക്കെയാണ് മൈലിൻ ഷീറ്റിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും നാഡികളിൽ മൈലിൻ ഷീറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത് ഷോൺ കോശങ്ങളും കൊണ്ടുമാണ്. അപ്പൊ അങ്ങനെയാണ് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടും. അതേസമയം നാഡികളിൽ മൈലിൻ ഷീറ്റിനെ നിർമ്മിച്ചിരിക്കുന്നത് ഷോൺ കോശങ്ങൾ കൊണ്ടുമാണ്. ന്യൂറോണിനെ പൊതിഞ്ഞ് വെളുത്ത ഒരു ആവരണമാണ്, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്ത് എന്താ പറയുക? വൈറ്റ് മാറ്റർ എന്ന് പറയാം. എന്താണ് വൈറ്റ് മാറ്റർ എന്ന് പറയാം? കാരണം വൈറ്റ് മാറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്? മൈലിൻ ഷീറ്റ് വെളുത്ത തിളക്കമുള്ള വെളുത്ത ഒരു ഷീറ്റാണ്. അതുകൊണ്ടാണ് അതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അതേസമയം മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗങ്ങളെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. ഒരു കൂട്ടം നാഡീകോശങ്ങളെ ഒരുമിച്ച് പൊതിഞ്ഞിട്ട് എന്ത് സംഭവിച്ചിരിക്കും? ഒരു ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഗോളാകൃതിയിൽ ഒരുമിച്ച് കെട്ടപ്പെടും. ഈ ഇതിനെ എന്താ പറയുക? ഇതിനെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശ ശരീര ഭാഗങ്ങളെ ഒരു ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് എന്ത് പറയുക? നമ്മൾ ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. ഇതിനൊരു വേറൊന്ന് വിട്ടുപോയി, നോഡ് ഓഫ് റാൻവിയർ. നോഡ് ഓഫ് റാൻവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൈലിൻ ഷീറ്റിന്റെ ഇടയിൽ കാണപ്പെടുന്ന വിടവുകളെയാണ് എന്ത് പറയുക? നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. പിന്നെ ഈ ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നാഡീകോശങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് മൾട്ടിപോളാർ ന്യൂറോൺസ്, അല്ലെങ്കിൽ എന്താ പറയുക? ബഹുദ്രവീയ നാഡീകോശങ്ങൾ. ഓക്കെ, മൾട്ടിപോളാർ ന്യൂറോൺസ് അല്ലെങ്കിൽ ബഹുദ്രവീയ നാഡീകോശങ്ങൾ എന്ന് പറയാം. അപ്പൊ അവയുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ഒരു ആക്സോണും രണ്ടോ അതിലധികമോ ഡെൻഡ്രൈറ്റുകളും ഉള്ളവയാണ് എന്ത് പറയുക? ബഹുദ്രവീയ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതേസമയം ബൈപോളാർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമായിരിക്കും ഉണ്ടാവുക. അവയാണ് എന്ത് പറയുക? ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അതേസമയം
സിംഗിൾ പോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സോൺ മാത്രം ഉണ്ടാവുന്നവയാണ് സിംഗിൾ പോളാർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അവ നമ്മുടെ ഭ്രൂണാവസ്ഥയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതിന്റെ മലയാള വാക്കാണ് സിംഗിൾ, ഏക ധ്രുവീയ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ നമുക്ക് എന്തായി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് തന്നെ കേന്ദ്ര നാഡീവ്യവസ്ഥ, രണ്ടാമത്തത് പെരിഫറൽ നാഡീവ്യവസ്ഥ. ഈ കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പെടുന്ന ഏതൊക്കെയാണ്? മസ്തിഷ്കം, സുഷുമ്ന എന്നിവ ഉൾപ്പെടുന്നതാണ് കേന്ദ്ര നാഡീയ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പെരിഫറൽ നാഡീവ്യവസ്ഥ? പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും അതുപോലെ 31 ജോഡി സുഷുമ്ന നാഡികളും ഗ്രാഹികളും നാഡീകോശങ്ങളും ഉൾപ്പെടുന്നതാണ് നാഡി ഗാംഗ്ലിയോണുകളും. അതുപോലെ സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റവും കൂടി ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കവും സുഷുമ്നയും കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന അസ്ഥിപേടകമാണ് എന്ത്? കപാലം, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷാണ് എന്ത് പറയുക? ക്രേനിയം എന്ന് പറയുന്നത്. ഇതിന് ക്രേനിയത്തിന് ശേഷം ഒരു 3 പാളിയുള്ള സ്ഥലം കൊണ്ട് ഈ എന്തിനെ പൊതിഞ്ഞിരിക്കുന്നു? നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. എന്താണ്? 3 പാളികളുള്ള മസ്തിഷ്കത്തിനെയും പൊതിഞ്ഞിരിക്കുന്ന ഒരു പാളിയാണ് എന്ത് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിൽ കാണപ്പെടുന്ന ദ്രവമാണ് എന്ത്? സെറിബ്രോ സ്പൈനൽ സ്തരം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? തലയോട്ടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിച്ചിരിക്കുന്നത്. ആ അസ്ഥിനെയാണ് നമ്മൾ എന്ത് പറയുക? കപാലം എന്ന് പറയുന്നത്. ഈ കപാലത്തിന്റെ അടിയിൽ 3 സ്ഥലമുള്ള പാളിയുണ്ട്. ആ 3 സ്ഥലമുള്ള പാളിനെയാണ് എന്ത് പറയുക? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന്റെ ഇടയിലുള്ള ദ്രവത്തിനെയാണ് എന്ത് പറയുക? സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവ പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ മസ്തിഷ്ക കലകൾക്ക് നൽകുന്നു. മസ്തിഷ്കത്തിലെ ടിഷ്യൂസിന് നൽകുന്ന പ്രവർത്തനമാണ് എന്തിനുള്ളത്? മെനിഞ്ചസിന്റെ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിനുള്ളത്. ഇവ എവിടുന്ന ഉണ്ടാവുക? രക്തത്തിൽ നിന്ന് രൂപീകരിച്ച് അതുപോലെ തന്നെ തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നതാണ് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മസ്തിഷ്കത്തിലെ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെങ്കിൽ കൂടി ഒന്നുകൂടി റിവിഷൻ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടി കണ്ടിന്യൂ ചെയ്യും. സെറിബ്രം എന്ന് പറഞ്ഞ തലച്ചോറിലെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് എന്ന് പറയുന്നത് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിസ്തീർണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ ഉണ്ട്. ബുദ്ധി, ഓർമ്മ, ഭാവന, ചിന്ത അങ്ങനെയുള്ള എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രമാണ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണിത്. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കോർട്ടക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രേ മാറ്റർ കാണപ്പെടുക എന്താണ്? ന്യൂറോണില് മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗമാണ് എന്ത് പറയുന്നത്? ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ന്യൂറോണുകളിൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത കുറെ കോശങ്ങളുള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. അതേസമയം വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂറോണുകൾ മൈലിൻ ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ന്യൂറോണുകൾ കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത് ആന്തരഭാഗത്താണ്. അതിനെ മെഡുല എന്ന് പറയും. വെളിയിൽ ഭാഗത്ത് എന്താ പറയുക? ബാഹ്യഭാഗത്ത് ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്ത് എന്താ പറയുക? കോർട്ടക്സ് എന്നാണ് പറയുക. പ്രശ്ന പരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളിന്റെ കൺട്രോളിൽ നടക്കുന്ന ചലനങ്ങൾ, അതുപോലെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് എന്ത്? ഈ സെറിബ്രം എന്ന് പറയുന്നത്. ഇനി ഈ സെറിബ്രത്തില് ഒരു സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഒരു ഭാഗമുണ്ട്. അതിനെ പറയുന്ന പേരാണ് ബ്രോക്കസ് ഏരിയ. എന്താണ്? ബ്രോക്കസ് ഏരിയ. അപ്പൊ എന്താണ് ബ്രോക്കസ് ഏരിയ? സെറിബ്രത്തിൽ സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്രോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ മസ്തിഷ്കം എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഈ പടം ഓർമ്മ വരും. അങ്ങനെ വിഷ്വലായി കാണപ്പെടുന്ന നമ്മുടെ വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഷ്വൽ ഇത് നമ്മുടെ മൈൻഡിലേക്ക് എത്തുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന സെറിബ്രത്തിന്റെ ഭാഗത്തിനെയാണ് എന്ത് പറയാ? വെർണിക്സ് ഏരിയ. എന്ത് പറയാ? വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ബ്രോക്കസ് ഏരിയ പറഞ്ഞു, വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞു. ഇനി
ഈ സെറിബ്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിന്റെ അടുത്ത ഭാഗം നിയന്ത്രിക്കുന്നത് എന്താണ്? ശരീരത്തിന്റെ വലത്ത് ഭാഗത്തിനെയാണ് നിയന്ത്രിക്കുക. അതുപോലെ ശരീരത്തിന്റെ ഇടതു ഭാഗത്തിനെ ഏതാ നിയന്ത്രിക്കുക? സെറിബ്രത്തിന്റെ വലത്ത് ഭാഗം നിയന്ത്രിക്കുന്നു. അതുപോലെ ശരീരത്തിന്റെ വലത്ത് ഭാഗം ഏതാ നിയന്ത്രിക്കുക? സെറിബ്രത്തിന്റെ ഇടതു ഭാഗമാണ് നിയന്ത്രിക്കുക. ഇനി അടുത്തതാണ് സെറിബെലം. സെറിബെലം എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെലം എന്ന് പറയുന്നത്. ഇതില് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. ആദ്യത്തെ ഏതാണ്? ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. രണ്ടാമത്തെ ഏതാണ്? സെറിബെലമാണ്. ഇവ എന്താണ്? ഇവ തലച്ചോറിന്റെ പിന്നാലെ ഒരു 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇവ എന്തിനാണ് സഹായിക്കുന്നത്? പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഈ സെറിബെലം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്നത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില കൈവരിക്കാൻ സഹായിക്കുന്നവയാണ് ഈ സെറിബെലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്യം കഴിക്കുകയാണെങ്കിൽ മദ്യം അഫക്റ്റ് ചെയ്യുന്ന ശരീരത്തിന്റെ പാർട്ട് എന്ന് പറയുന്നത് സെറിബെലമാണ്. അതുകൊണ്ടാണ് മദ്യം കഴിച്ച ഒരാൾക്ക് പേശികളെ നിയന്ത്രിക്കാൻ കഴിയാതെ താഴെ വീഴ്ന്നു പോകുന്നത്. ഇനി അടുത്തതാണ് തലാമസ്. തലാമസ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നവയാണ് തലാമസ്. ഇവയുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെയും സന്ദേശങ്ങളെയും പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ തലാമസിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്നതാണ് തലാമസ്. ഇവ എന്താ ചെയ്യുന്നത്? സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നവയാണ്. വേദന സംഹാരികളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ തലാമസിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ സന്ദേശങ്ങളെയൊക്കെ തടഞ്ഞു വെക്കുന്നത് എന്താണ്? തലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് വന്നിട്ട് ശരീരത്തിന്റെ ഊഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിട്ട് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇത് എവിടെ കാണുന്നത്? തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന പരിപാടി എന്താണ്? ആന്തര സമസ്ഥിതി പരിപാലിക്കുക എന്നതാണ് ഹൈപ്പോതലാമസിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അതുപോലെ വിശപ്പ്, ദാഹം, ശരീരോഷ്മാവ്, വികാരങ്ങൾ തുടങ്ങിയവ നിയന്ത്രിക്കുക എന്നൊക്കെയാണ് ഇവയുടെ പ്രധാന പരിപാടികൾ. അതല്ലാതെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എന്താണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്തതാണ് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ എന്തിനാണ്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നവയാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പോൺസ്. കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഈ പോൺസിന്റെ ധർമ്മം. ഇവ മിഡ് ബ്രെയിനിന് തൊട്ടു താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നവയും ഈ പോൺസ് ആണ്. പിൻമസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് പോൺസ്. അടുത്താണ് മെഡുലോ ഒബ്ലോങ്കേറ്റ. മെഡുലോ ഒബ്ലോങ്കേറ്റ എന്ന് പറഞ്ഞാൽ ദണ്ഡാകൃതിയിൽ സെറിബ്രത്തിന് താഴെ സെറിബെലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് ഏത്? മെഡുലോ ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഏതാണ് മെഡുലോ ഒബ്ലോങ്കേറ്റ? അവിടെ കിടക്കുന്നത് സെറിബ്രത്തിന്റെ താഴെയായിട്ട് മസ്തിഷ്കത്തിന്റെ പിറകില് സെറിബെലത്തോട് ചേർന്ന് കടന്നിട്ട് ഒരു ദണ്ഡാകൃതി കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ പാർട്ടാണ് മെഡുലോ ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രിക്കുന്നത് ഏതാണ്? ഈ മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്. ഏതാണ്? മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്. ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നവയെല്ലാം ഏതാണ്? മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്. അതുപോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം ഇവയെ നിയന്ത്രിക്കുന്നവയെല്ലാം എന്താണ്? മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്. അതുകൊണ്ട് തന്നെ മെഡുലോ ഒബ്ലോങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ഒരു ക്ഷതം മരണത്തിന് കാരണമാവും. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിലോട്ട് മറിഞ്ഞു വീണാല്, ബാക്കിലെ തലയിലേക്ക് അഫക്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളത് ഈ മെഡുലോ ഒബ്ലോങ്കേറ്റയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നം കൊണ്ടാണ്. അടുത്തത് നമ്മൾ സുഷുമ്ന. സുഷുമ്നയിൽ എങ്ങനെയാണ്? സുഷുമ്നയിലും വൈറ്റ് മാറ്റർ വെളിയിലാണ്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞത് ന്യൂറോണുകൾ വിത്ത് മൈലിൻ ഷീറ്റ് ഉള്ളവയാണ്. മൈലിൻ ഷീറ്റുള്ള കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഉൾഭാഗത്ത് ഏതാണ്? ഗ്രേ മാറ്റർ ആണ് ഉള്ളത്. ഇതിൽ സെൻട്രൽ കനാൽ എന്ന് പറഞ്ഞാൽ സുഷുമ്നയുടെ നടുവിലുള്ള ഒരു ചാലാണ് സെൻട്രൽ കനാൽ. ഈ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. നമ്മൾ മസ്തിഷ്കത്തിനും കണ്ടിരുന്നു സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്.
അതേ ദ്രവമാണ് ഈ സെൻട്രൽ കനാലിലുള്ളത്. അതിന്റെ പേരും സെർബ്രോ സ്പൈനൽ ദ്രവമാണ്. അത് ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്. ഇതെന്താണ് ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും? ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സുഷുമ്നയിലേക്ക് കടത്തിവിടുന്നവയാണ് ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. അതേസമയം വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ സുഷുമ്നയിൽ നിന്നുള്ള ആവേഗങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നവയാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡോർസൽ റൂട്ട്? ഡോർസൽ പറഞ്ഞാൽ ഡോറായിട്ട് തുറന്നിട്ട് ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ സുഷുമ്നയിലേക്ക് വരുന്നതാണ് ഡോർസൽ റൂട്ട്. അതേസമയം വെൻട്രൽ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഷുമ്നയിൽ നിന്നുള്ള ആവേഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവയവങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈ സുഷുമ്ന എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആവേഗങ്ങൾ ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. സാധാരണ വിശ്രമാവസ്ഥയിലിരിക്കുന്ന ന്യൂറോണുകൾ എങ്ങനെയാണ് ഉണ്ടാവുക? അവയില് അയണുകളുടെ വിന്യാസം എന്ന് പറയുന്നത് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഉദ്ദീപനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് വിശ്രമാവസ്ഥയിൽ ഈ ന്യൂറോണുകളുടെ കോശ ശരീരത്തിന്റെ പുറംഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമായിരിക്കും ഉണ്ടാവുക. അതേസമയം എന്തെങ്കിലും ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ പുറത്തുള്ള 3 സോഡിയം അയോൺ ഉള്ളിലോട്ട് പോവുകയും ഉള്ളിലുള്ള 2 പൊട്ടാസ്യം അയോൺസ് വെളിയിൽ വരികയും ചെയ്യും. കോശസ്തരത്തിന് വെളിയിലേക്ക് വരികയും ചെയ്യും. അപ്പൊ എന്താവും? ആ ഒരു പോയിന്റില് ആ ഒരു ഭാഗത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. മോൾ ഭാഗത്ത്, അതായത് കോശസ്തരത്തിന് വെളിയിൽ നെഗറ്റീവ് ചാർജും കോശസ്തരത്തിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? തൊട്ടടുത്ത ഭാഗത്തെയും ഉദ്ദീപിക്കും. അങ്ങനെ ആ ഭാഗം എന്താകും? ആ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് അയോൺസ് വെളിയിൽ പോകും. അതുപോലെ വെളിയിലുള്ള പോസിറ്റീവ് അയോൺസ് ഉള്ളിലേക്ക് വരും. അങ്ങനെ അടുത്ത ഭാഗവും ഉള്ളിൽ പോസിറ്റീവും വെളിയിൽ നെഗറ്റീവും. ഇങ്ങനെയാണ് ആവേഗങ്ങൾ കോശത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെട്ടെന്ന് മാറിയിട്ടാണ് നമ്മുടെ ഒരു കോശത്തിൽ നിന്നുള്ള ആവേഗങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ദീപനം വരുന്ന സമയത്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അയോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസപ്പെടുന്നത്. വിശ്രമാവസ്ഥയിൽ എന്ത് ചെയ്യും? കോശസ്തരത്തിന് വെളിയിലായിരിക്കും പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഉദ്ദീപനം സ്വീകരിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ പൊട്ടാസ്യം അയോൺസുകൾ വെളിയിലേക്ക് വരികയും 3 സോഡിയം അയോൺസ് ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ആകും, വെളിയിൽ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തൊട്ടടുത്ത ഭാഗത്തെയും ഉദ്ദീപിപ്പിക്കും. അങ്ങനെ ഈ ഉദ്ദീപനം ഇങ്ങനെ സഞ്ചരിച്ചാണ് കോശത്തിലൂടെ ആവേഗങ്ങൾ പ്രസരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ആവേഗങ്ങൾ എത്തി, അങ്ങനെ ആക്സോണിന്റെ അവിടെ എത്തി, ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റിൽ എത്തുമ്പോൾ ആക്സോണൈറ്റിൽ സിനാപ്റ്റിക് നോബ്സ് പറഞ്ഞ ഒരു മുഴകളുണ്ട് പറഞ്ഞു. ഈ സിനാപ്റ്റിക് നോബിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സിനാപ്റ്റിക് നോബിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസ് ചെയ്യും. ഇപ്പൊ എവിടേക്ക് റിലീസ് ചെയ്യാം? സിനാപ്റ്റിക് വിടവിലേക്ക് റിലീസ് ചെയ്യും. ഈ സിനാപ്റ്റിക് വിടവിൽ എന്തുണ്ടാവും? അടുത്ത കോശത്തിന്റെ ഡെൻഡ്രൈറ്റുകൾ ഉണ്ടാവും. ഓക്കെ, എന്താണ്ടാവും? അടുത്ത കോശത്തിന്റെ ഡെൻഡ്രൈറ്റുകൾ ഉണ്ടാകും. ഈ ഡെൻഡ്രൈറ്റുകളിൽ എന്തുണ്ട്? ഒരു പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളാണ്. ഡെൻഡ്രൈറ്റിന്റെ റിസപ്റ്ററുകളാണ് എന്ത് പറയുന്നത്? പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ആക്സോണിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്നുമുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ത് സംഭവിക്കും? പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിലൂടെ അടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് എത്തപ്പെടും. സിനാപ്റ്റിക് വിടവിലേക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ വരും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിലേക്ക് സ്വീകരിക്കപ്പെടും. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുക? ആവേഗങ്ങൾ കടന്നു പോകുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ മലയാളം എന്താണ്? നാടീയ പ്രേഷകങ്ങൾ എന്നാണ് അവയുടെ പേര്. അതിന് എക്സാമ്പിളാണ് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്നു. അതല്ലാതെ ഡോപ്പമൈൻ എന്നിവയൊക്കെയാണ് പ്രധാന നാടീയ പ്രേഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനാപ്സിന്റെ ധർമ്മം എന്താണ്? സിനാപ്സിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഈ ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്നതാണ് ഇതിന്റെ മെയിൻ പരിപാടി. സിനാപ്സുകളുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ഇനി നാഡികൾ പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകൾ കൊഴുപ്പിന്റെയും യോജക കലകളുടെയും പാളികളാൽ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് നാഡികൾ എന്ന് പറയുന്നത്. ഇവയെ 3 തരത്തിലാണ് ഈ നാഡികളെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് സംവേദന നാഡി. സംവേദന നാഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സംവേദന ന്യൂറോൺ കൊണ്ടാണ്. ഈ സംവേദന ന്യൂറോണിന്റെ പ്രവർത്തനം എന്താണ്? ഇവ ആവേഗങ്ങളെ അവയവത്തിൽ നിന്നും
മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നവയാണ് സംവേദന ന്യൂറോൺ എന്ന് പറയുന്നത്. ഇവ ചേർന്നിട്ടുള്ള ഒരു നാഡിയാണ് സംവേദന നാഡി എന്ന് പറയുന്നത്. അതേസമയം പ്രേരക നാഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രേരക ന്യൂറോണുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ എന്തിനാ സഹായിക്കുന്നത്? ഇവ മസ്തിഷ്കത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നവയാണ് പ്രേരക ന്യൂറോൺ എന്ന് പറയുന്നത്. സമ്മിശ്ര ന്യൂറോൺ എന്ന് പറഞ്ഞാൽ പ്രേരക ന്യൂറോണുകളും സമ്മിശ്ര ന്യൂറോണുകളും ചേർന്നിട്ടുള്ളവയാണ് സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. സമ്മിശ്ര നാഡിയിൽ ഏതൊക്കെയാണ്? സംവേദന ന്യൂറോണുണ്ട്, പ്രേരക ന്യൂറോണുണ്ട്. അപ്പോൾ ഇവ അവയവത്തിലേക്കും അതുപോലെ അവയവത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ കടത്തിവിടുന്നവയാണ് എന്ത് പറയുന്നത്? സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. അപ്പൊ നാഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ ആക്സോണുകളെ ഒരുമിച്ച് ഒരു കൊഴുപ്പിന്റെ ഇതിൽ കെട്ടിയിരിക്കുന്ന പാളുകളെ പൊതിഞ്ഞ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ് നാഡികൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ എത്ര നാഡികളുണ്ട്? 43 ജോഡി നാഡികളാണ് ഉള്ളത്. എത്ര ജോഡികളുണ്ട്? 43 ജോഡി നാഡികളുണ്ട്. എന്തൊക്കെയാണ്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളുമാണ് ഉള്ളത്. അവയിൽ ഏറ്റവും വലിയ നാഡി എന്ന് പറയുന്നത് സയാറ്റിക് നാഡിയാണ്. എന്താണ്? സയാറ്റിക് നാഡിയാണ്. ഏറ്റവും വലിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. ഏതാണ്? വാഗസ് നാഡിയാണ് ഏറ്റവും വലിയ ശിരോനാഡി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നാഡി ഏതാണ്? സയാറ്റിക് നാഡിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഇത് ഇതിന്റെ പാർട്ടാണ്. ഇത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് വ്യവസ്ഥ, ഒന്ന് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ഈ സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയന്തര ഘട്ടങ്ങളിൽ പെട്ടെന്ന് പോരാടേണ്ടി വരിക അല്ലെങ്കിൽ പിന്തിരിയുക, ആ ഒരു പ്രത്യേക സമയത്ത് ഉള്ള പ്രവർത്തനങ്ങളെ ബോധതലത്തിലല്ലാതെ നടത്തുന്ന ഒരു നാഡീവ്യവസ്ഥയാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെ സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിൽ ഉള്ള ഒരു സമയത്തുള്ള കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവയാണ്. ആ ഒരു സമയത്ത് കൺട്രോൾ എല്ലാം ചെയ്യുന്നതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥയിലെ ഓട്ടോണമസ് സ്വതന്ത്ര നാഡീവ്യവസ്ഥയിലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പോരാടുക അല്ലെങ്കിൽ ഒളിച്ചോടുക അതുപോലെ ഉള്ള സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ആക്റ്റീവ് ആവുക. അതേസമയം റെസ്റ്റ് ഉള്ള സമയത്ത് നമ്മുടെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയാണ് ആക്റ്റീവ് ആവുക. നമ്മുടെ കേന്ദ്ര നാഡീ വ്യവസ്ഥയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥ അതിനനുസരിച്ച് സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും അതിനനുസരിച്ച് ഹോർമോണുകളിലൂടെയും ബാക്കിയുള്ളതിലൂടെയും ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ സിമ്പത്തറ്റിക് വ്യവസ്ഥ ഫംഗ്ഷൻ ആവുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കാം? നമ്മുടെ കണ്ണുകൾ വികസിക്കുന്നത്, അതുപോലെ ഉമിനീർ ഉൽപാദനം കുറയുന്നത്, ഹൃദയമിടിപ്പ് കൂടുന്നത്, ലങ്സ് വികസിക്കുന്നത്, ദഹന പ്രക്രിയ മന്ദീഭവിപ്പിക്കുന്നു, ഹോർമോൺ ഉൽപാദനം കൂട്ടുന്നു, പെരിസ്റ്റാൾസിസ് കുറയ്ക്കുന്നു, മൂത്രം നിലനിർത്തുന്നു. ഇവയെല്ലാം ചെയ്യുന്നത് ഏതാണ്? സിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്. അതേസമയം പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ആയിട്ടുള്ള നോർമൽ റെസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ എങ്ങനെയാണ്? കണ്ണുകളുടെ പ്യൂപ്പിള് ചുരുങ്ങുന്നു, ഉമിനീർ ഉൽപാദനം കൂടുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നു, ലങ്സ് ചുരുങ്ങുന്നു, ദഹന പ്രക്രിയ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു, പെരിസ്റ്റാൾസിസ് കൂടുന്നു, അതുപോലെ മൂത്രം ശൂന്യമാക്കപ്പെടുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിലാണ്. അപ്പോൾ ഇവെങ്ങനെയാണ്? ഹോർമോണുകളിലൂടെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഇത് നിർത്തുന്നത്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിൽ നടക്കുന്നത്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഇവ നിയന്ത്രിക്കുന്നത്. ഇതിലെ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയിലെ 2 വ്യവസ്ഥകളാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. സിമ്പത്തറ്റിക് വ്യവസ്ഥ എങ്ങനെയാണ്? നട്ടെല്ലിലെ വശങ്ങളിലെ ഗാംഗ്ലിയോണുകളും അവയുമായി ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് ഇത് സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതേസമയം പാരസിമ്പത്തറ്റിക് വ്യവസ്ഥയോ മസ്തിഷ്കത്തിൽ നിന്നും അതുപോലെ സുഷുമ്നയുടെ അവസാന ഭാഗമുള്ള ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. സിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര ഘട്ടങ്ങൾ അതുപോലെ ഫൈറ്റ് അല്ലെങ്കിൽ ഒളിച്ചോടുന്ന സമയത്തുള്ള ദുരിതകർമ്മമായിട്ടുള്ള ഇതിൽ നടത്തുന്ന അബോധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ. അതേസമയം പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത് റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ അബോധ തലത്തിലുള്ള ഫങ്ഷൻസുകളെ കൺട്രോൾ ചെയ്യുന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിഫ്ലക്സ് ആക്ഷൻ നോക്കാം. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച്
ആകസ്മികമായിട്ട് പെട്ടെന്ന് തിരിച്ച് പ്രവർത്തിക്കുന്നവയാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ നേരെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴോ നമ്മുടെ നേരെ പെട്ടെന്ന് ബോൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ബോൾ പിടിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിഞ്ഞു മാറും. ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബോധമണ്ഡലത്തിലല്ല, അത് പെട്ടെന്ന് നടക്കുന്നതാണ്. ആ ഒരു പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് ഇന്റേണലായിട്ട് ആകസ്മികമായിട്ട് ബോധപൂർവമല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളെയാണ് എന്ത് പറയുന്നത്? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നമ്മൾ ബോൾ നമ്മുടെ മേലെ കയ്യിൽ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ പാറുന്നത്, അതുപോലെ കല്ല് വരുമ്പോൾ പാറുന്നത്, അതുപോലെ തീയിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പെട്ടെന്ന് ചൂട് തട്ടി നമ്മൾ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നത്, ഇവയൊക്കെ റിഫ്ലക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് മെഴുകുതിരിയിലേക്ക് കൈ അറിയാതെ തട്ടുന്നതാണ്. ഈ കൈ അറിയാതെ തട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഉടനെ ചൂട് വന്നിട്ട് ഗ്രാഹ്യകോശങ്ങൾ സ്വീകരിച്ചിട്ട് അവ സംവേദന ന്യൂറോൺ വഴി എവിടെ എത്തും? സുഷുമ്നയിലെത്തും. സുഷുമ്ന പ്രേരക ന്യൂറോൺ വഴി പേശികൾക്ക് നിർദ്ദേശം കൊടുക്കും കൈ പിൻവലിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഉടനെ എന്ത് ചെയ്യും? പേശി ആക്ട് ആയിട്ട് കൈ നമ്മൾ പിൻവലിക്കും. ഇങ്ങനെയാണ് റിഫ്ലക്സ് ആക്ഷൻസുകൾ നടക്കുന്നത്. ഇത് സാധാരണ നടക്കുക സുഷുമ്ന വഴിയാണ് ഈ നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് എത്തുന്നത്. സുഷുമ്നയിൽ നിന്ന് ആവേഗങ്ങൾ പേശികളിലേക്ക് എത്തിക്കുന്ന നാടിനെ എന്താ പറയുക? പ്രേരക നാഡി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്താണ്? സുഷുമ്നെ കൺട്രോൾ ചെയ്യുന്നതാണ്. ചിലത് വന്നിട്ട് സെറിബ്രം കൺട്രോൾ ചെയ്യുന്നവയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണില് പ്രകാശം അടിക്കുമ്പോൾ കണ്ണ് ചുമന്നത് സെറിബ്രൽ റിഫ്ലക്സ് ആണ്. ഈ സുഷുമ്നയുടെ നിയന്ത്രണത്തിലുള്ള ഈ റിഫ്ലക്സ് ആക്ഷൻസുകൾ എന്താ പറയുക? സ്പൈനൽ റിഫ്ലക്സുകൾ. എന്താണ്? സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന് പറയുക. അതേസമയം മസ്തിഷ്കത്തിന്റെ കൺട്രോളിലുള്ള റിഫ്ലക്സ് ആക്ഷനുകൾ സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ് പറയുക. ഒരു ഗാബ അല്ലെങ്കിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് പറഞ്ഞ ഒരു നാഡീയ പ്രേഷകമുണ്ട്, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇവ എന്താ ചെയ്യുക വെച്ചാൽ ഇവ റിഫ്ലക്സ് പ്രവർത്തനത്തെയും അതുപോലെ മസ്തിഷ്ക പ്രവർത്തനത്തെയും മന്ദീഭവിപ്പിക്കുന്നവയാണ് ഈ ഗാബ, അതായത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മദ്യമൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഈ ഗാബ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഉൽപാദനം കൂട്ടും. അതുകൊണ്ട് തന്നെ റിഫ്ലക്സ് ആക്ഷൻ പെട്ടെന്ന് കമ്മിയാവും. ഓക്കെ, അപ്പോൾ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഓക്കെ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നമ്മുടെ മനുഷ്യനിലെ നാഡീവ്യവസ്ഥ പരിചയപ്പെട്ടു. ഈ ചെറിയ ജീവികളിലൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വന്നിട്ടുള്ള ഹൈഡ്ര. ഹൈഡ്രയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു നിയന്ത്രണ കേന്ദ്രമില്ലാത്ത നാഡീജാലികൾ കാണപ്പെടുന്ന ഒരു ശൃംഖലയാണ് ഹൈഡ്രയ്ക്കുള്ളത്. അതേസമയം പ്ലനേറയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തലയുടെ ഭാഗത്തുള്ള ഒരു ജോഡി നാഡീ ഗാംഗ്ലിയോണുകൾ നിർദ്ദേശങ്ങളെ ഏകോപിപ്പിക്കുന്നതാണ് ഏതിൽ സംഭവിക്കുന്നത്? പ്ലനേറയിൽ സംഭവിക്കുന്നത്. അതേസമയം ഷഡ്പഥങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തലയുടെ ഭാഗത്തുള്ള നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് വ്യക്തവും സാമാന്യ വികാസം പ്രാപിച്ചതുമായ മസ്തിഷ്കമായി പരിണമിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും പുറപ്പെടുന്ന ഒരു ജോഡി നാഡീതന്തുക്കളിലെ ഗാംഗ്ലിയോണുകൾ ഓരോ അറയും കാണപ്പെടുന്നതാണ് ഈ ഷഡ്പഥങ്ങളിലെ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാഡീവ്യവസ്ഥയിലെ തകരാറുകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കാം. ഒന്നാമത്തത് ആൾസിമേഴ്സ്. എല്ലാവർക്കും പറയാം ആൾസിമേഴ്സ് എന്താണെന്ന്. ആൾസിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറവി രോഗം എന്ന് നമ്മൾ സാധാരണ പറയും. ഇത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു തരം പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ വന്നിട്ട് അലിയുന്നതല്ല. ഈ അലിയാത്ത പ്രോട്ടീനുകൾ മസ്തിഷ്കത്തിലെ നാഡീകരകളിൽ അടിഞ്ഞുകൂടിക്കൊണ്ട് ന്യൂറോണ് നശിക്കുന്ന അവസ്ഥയാണ് അൾസിമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് അൾസിമേഴ്സ്? മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരുതരം സോളിബിൾ ആവാത്ത ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടി മസ്തിഷ്കത്തിലെ ന്യൂറോണിന് സംഭവിക്കുന്ന ഡാമേജ് ആണ് ആൾസിമേഴ്സ് എന്ന് പറയുന്നത്. ശ്രുതിനാശ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ആൾസിമേഴ്സ് രോഗമാണ്. അതുപോലെ മറവി രോഗം എന്നറിയപ്പെടും. അതുപോലെ കേവല ഓർമ്മകൾ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇങ്ങനെ ഓർമ്മകളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ആൾസിമേഴ്സ് അസുഖം എന്ന് പറയുന്നത്. ഇനി പാർക്കിൻസൺസ് ഡിസീസ്. പാർക്കിൻസൺസ് ഡിസീസ് പറഞ്ഞാൽ നമ്മൾ ഈ കൈകളൊക്കെ വിറയ്ക്കുന്നത്, അതുപോലെ ഈ രോഗാവസ്ഥയിലുള്ള വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പേശികളുടെ കൺട്രോളും അതുപോലെ വേറെ പേശികളുടെ കൺട്രോൾ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പേശികളുടെ ചലനം ക്രമരഹിതമാവും, കൈകളുടെ വിറയലുകൾക്ക് ഉണ്ടാകും, അതുപോലെ തലച്ചോറിൽ ഡോപ്പമൈൻ്റെ ഉൽപാദനം കുറയുന്നതൊക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമാണ് ഈ പാർക്കിൻസൺസ്
ഡിസീസിന് കാരണം. ഓക്കെ, അതുപോലെ ഇവർക്കുണ്ടാകുന്ന ഓരോരോ പ്രത്യേകതകളാണ്. ഒന്ന്, കൈകളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്, അതുപോലെ വായിൽ നിന്ന് ഉമിനീരുണ്ടാകുന്നത്, അതുപോലെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓടുമ്പോഴൊന്നും പേശികൾ ചില സമയത്ത് കൺട്രോൾ കിട്ടാതെ വീഴുന്നത്, ശരീര തൊഴിൽനില നഷ്ടപ്പെടുന്നത്, ഇവയെല്ലാം പാർക്കിൻസൺസ് രോഗത്തിന്റെ അവസ്ഥകളാണ്. അടുത്താണ് അപസ്മാരം. അപസ്മാരം പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ, വൈദ്യുത പ്രവാഹങ്ങൾ തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായി ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് അപസ്മാരം എന്ന് പറയുന്നത്. അപ്പൊ അപസ്മാരം എങ്ങനെ ഉണ്ടാവുക? മസ്തിഷ്കത്തിൽ വൈദ്യുത പ്രവാഹങ്ങൾ ക്രമരഹിതമായിട്ട് ഒരുപാട് തവണ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് അപസ്മാരം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കൈകാലുകളും എല്ലാം കോച്ചി വലിക്കുക, അതുപോലെ നൊരയും പതയൊക്കെ വായിൽ നിന്ന് വരിക, പല്ല് കടിച്ചു പിടിക്കുക, ഒരു അബോധാവസ്ഥയിലാവുക, അതുപോലെ നിശ്ചലനായിട്ട് യാതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, ഇവയൊക്കെയെല്ലാം എന്തിന്റെ ലക്ഷണമാണ്? അപസ്മാരത്തിന്റെ ലക്ഷണമാണ്. അടുത്താണ് സെറിബ്രൽ ത്രോംബോസിസ്. സെറിബ്രൽ ത്രോംബോസിസ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന രക്തം, ആ രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്? മസ്തിഷ്കത്തിൽ രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടി കൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രൽ ഹെമറേജ് എന്താണ്? സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. ഈ സെറിബ്രൽ ഹെമറേജ് ഉണ്ടാകുമ്പോൾ എപ്പോഴാണ്? ഏതെങ്കിലും രക്തക്കുഴലുകളൊക്കെ മസ്തിഷ്കത്തിലുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് അതിലൂടെ രക്തം വാർന്നു വരുന്നതാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, മസ്തിഷ്കത്തിൽ മൂന്ന് സ്ഥലമുള്ള ഒരു പാളിയുണ്ടെന്ന്, 3 സ്ഥലമുള്ള ഒരു ആവരണം ഉണ്ടെന്ന്. ആ സ്ഥലമാണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിൽ ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അതിന് കാരണമാകുന്ന അണുക്കളാണ് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്. ഇവയൊക്കെ എന്തിന് കാരണമാകുന്നതാണ്? മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്നതാണ്. അടുത്തതാണ് തളർവാദം. തളർവാദം എന്താ ചെയ്യുക? തളർവാദം അല്ലെങ്കിൽ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മൊത്തമായോ അല്ലെങ്കിൽ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? പാരാലിസിസ് അല്ലെങ്കിൽ തളർവാദം എന്ന് പറയുന്നത്. ഇനി ഈ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, MRI സ്കാൻ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തതാണ് CT സ്കാൻ, പിന്നെ ഒന്നാണ് EEG. ഓക്കെ, അപ്പോൾ നാഡീവ്യവസ്ഥയിലെ തകരാറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ: MRI സ്കാൻ, EEG, അതുപോലെ CT സ്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ലെക്സിയ, അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ കഴിയാതെ ഇരിക്കുന്ന, അതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ അവസ്ഥയാണ് ഡിസ്ലെക്സിയ. എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നതിന്? അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന തലച്ചോറിന്റെ അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. പോളിയോമൈലിറ്റിസ്. പോളിയോമൈലിറ്റിസ് എന്നാൽ നമ്മൾ ഈ പോളിയോ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുട്ടികളിൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നത്, പോളിയോ തുള്ളിമരുന്നൊക്കെ കൊടുക്കുന്നത്. ഇതെന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. പിന്നെ വേറൊരു രോഗമാണ് പ്രോസോപാഗ്നോസിയ. എന്താ ഈ പ്രോസോപാഗ്നോസിയ? പ്രോസോപാഗ്നോസിയ എന്ന മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപാഗ്നോസിയ. എന്താണ് പ്രോസോപാഗ്നോസിയ എന്ന് പറയുന്നത്? അപ്പോൾ ഇതോടെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.